നമസ്കാരം, ഞാൻ ഡോക്ടർ A.K വേണുഗോപാലൻ. ഇന്ന് നമുക്ക് ഇൻസ്റ്റന്റ് എനർജി ടെക്നിക്സിനെ കുറിച്ച് സംസാരിക്കാം. നമ്മൾ ജോലി ചെയ്തുകൊണ്ടേയിരിക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ പഠിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇങ്ങനെ ജോലി ചെയ്യുമ്പോഴും പഠിച്ചുകൊണ്ടേയിരിക്കുമ്പോഴും നമ്മുടെ എനർജി കുറയുന്നതായിട്ട് നമുക്ക് തന്നെ ഫീൽ ചെയ്യും. അങ്ങനെ എനർജി കുറയുന്ന സമയത്ത് നമുക്ക് ആ എനർജി കൂട്ടാൻ വേണ്ടിയിട്ട് ഒരുപാട് ടെക്നിക്കുകൾ ഉണ്ട്. ആ ടെക്നിക്കുകളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. അതിൽ ഒന്നാമത്തെ ഒരു ടെക്നിക്കാണ്, നമ്മളിപ്പോൾ പുസ്തകം പഠിച്ചുകൊണ്ടേയിരിക്കുന്നു അല്ലെങ്കിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ സമയത്ത് നമ്മുടെ എനർജി കുറഞ്ഞു തോന്നുന്ന സമയത്ത് നമുക്ക് ഏറ്റവും ചെയ്യാൻ പറ്റുന്ന മാർഗം വെള്ളം. ഇടയ്ക്കിടയ്ക്ക് ഒന്നിച്ച് വെള്ളം കുടിക്കുക, സിപ്പായിട്ട് വെള്ളം കുടിക്കുക. ഒരു കൃത്യമായ വെള്ളം കുടിക്കുക. അടുത്ത ഒരു ടെക്നിക്കാണ് ബോഡി യോണിംഗ്. ഈ ബോഡി യോണിങ്ങിനെ കുറിച്ച് കഴിഞ്ഞ സ്റ്റഡി ടെക്നിക്കിൻ്റെ ഒരു വീഡിയോ ഞാൻ വളരെ സവിസ്തരം പ്രതിപാദിച്ചിട്ട് ആ സാധനം റെഫർ ചെയ്യാം. അടുത്ത നമ്മുടെ എനർജി വർദ്ധിപ്പിക്കാനുള്ള ഒരു ടെക്നിക്കാണ് ഇയർ സ്ട്രെച്ചിങ് എന്ന് പറയും. അതായത് നമുക്ക് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾക്ക് എനർജി വളരെ കുറഞ്ഞു തോന്നിയാൽ ഉടനെ നമ്മൾ ഇവിടെ കൈ എടുക്കുക, എന്നിട്ട് നമ്മൾ ചെവി നന്നായിട്ട് മസാജ് ചെയ്യുക. ചെവി ഇങ്ങനെ മസാജ് ചെയ്യുക, ഉള്ളിൽ ഇങ്ങനെ മസാജ് ചെയ്യുക, ഇങ്ങനെ മസാജ് ചെയ്യുക. ഇങ്ങനെ മസാജ് ചെയ്തതിന് ശേഷം ഈ ചെവി രണ്ടും പിടിച്ചിട്ട് കൈ സ്ട്രെച്ച് ചെയ്യുക, ഇങ്ങനെ സ്ട്രെച്ച് ചെയ്യുക. ഇങ്ങനെ 1 മിനിറ്റ് ചെവി സ്ട്രെച്ച് ചെയ്താൽ നമ്മുടെ എനർജി പെട്ടെന്ന് അപ്ഗ്രേഡ് ചെയ്യും. പിന്നീടുള്ള ഒരു ടെക്നിക്കാണ് ബ്ലിങ്കിങ് ടെക്നിക്ക് എന്ന് പറയും. ബ്ലിങ്കിങ് ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ ഈ ഐ കപ്പ് എന്നൊരു സാധനമുണ്ട്, അത് എല്ലാ മെഡിക്കൽ ഷോപ്പിലും വാങ്ങുന്നത്. ഈ ഐ കപ്പ് വാങ്ങിയതിന് ശേഷം ഈ 2 ഐ കപ്പിലും വെള്ളം നടക്കും, ശുദ്ധജലം നടക്കും. ഇങ്ങനെ ശുദ്ധജലം നടത്തിയതിന് ശേഷം നമ്മളെ കണ്ണ് ആ കപ്പിലേക്ക് ആ വെള്ളത്തിൽ മുക്ക് വെക്കും. അതായത് കണ്ണ് തുറക്കും അടക്കും ചെയ്യും. അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് പഠിക്കുന്ന സമയത്ത് ഉറക്കം വന്നു കഴിഞ്ഞാൽ ആ ഉറക്കം പമ്പ കിടക്കുകയും ഉറക്കം ഇല്ലാതാവുകയും നമുക്ക് നല്ലൊരു എനർജി ഫീൽ ചെയ്യുകയും ചെയ്യും. അതുപോലെ നമ്മൾ പഠിക്കുന്ന സമയത്ത് ഉറക്കം കുറയും, അല്ലെങ്കിൽ ജോലി ചെയ്തപ്പോൾ ക്ഷീണം തോന്നുകയും ചെയ്താൽ ഈ ക്ഷീണം മാറ്റാൻ നല്ലൊരു മാർഗ്ഗമാണ് കുറച്ച് നല്ല ശുദ്ധജലത്ത് മുഖത്ത് സ്പ്ലാഷ് ചെയ്താൽ, മുഖത്ത് ഇങ്ങനെ വെള്ളം തെളിച്ചാൽ പെട്ടെന്ന് നമ്മളൊരു നല്ല എനർജി ഉള്ളതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അടുത്ത ഒരു ടെക്നിക്കാണ്, ഇപ്പോൾ നമ്മൾ രാവിലെ ഉറക്കം നമുക്ക് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് വല്ലാണ്ട് ഉറക്കം വരും. ആ ഉറക്കം മാറ്റാനുള്ള നല്ലൊരു മാർഗ്ഗമാണ് ബലൂൺ ടെക്നിക്ക് എന്ന് പറയുന്നത്. ബലൂൺ ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ ഒരു പാക്കറ്റ് ബലൂൺ നമ്മുടെ വീട്ടിൽ മേടിച്ച് വെക്കുക, അതിലൊരു ബലൂൺ എടുക്കുക, എന്നിട്ട് വെച്ചിട്ട് ബലൂണിൽ ശക്തമായിട്ട് ഊതുക, പരമാവധി വികസിപ്പിക്കുക. വീണ്ടും അത് തുറന്നു വിടുക, വീണ്ടും വായിൽ വെച്ചിട്ട് ഊതുക. അങ്ങനെ ഒരു 6 മുതൽ 10 തവണ ഒരു ബലൂൺ ഊതുക. ഈ ബലൂൺ ഊതുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ, നമ്മൾ നല്ല ഓക്സിജൻ ഉള്ളിലേക്ക് എടുത്താലേ നമുക്ക് പുറത്തേക്ക് ഊതാൻ പറ്റും. അപ്പോൾ ധാരാളം ഓക്സിജൻ നമ്മുടെ ശരീരത്തിൽ എത്തുകയും നമ്മുടെ മെറ്റാബോളിസം വളരെ നന്നായി നടക്കുകയും നമ്മൾ നല്ല എനർജറ്റിക്കായി മാറുകയും ചെയ്യും. അതിന് പറയുന്ന പേരാണ് ബലൂൺ ടെക്നിക്ക്. ഇനി ബലൂൺ ഇല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ബലൂൺ ഉള്ളതേ സങ്കല്പിക്കും. ബലൂൺ ഉള്ളതായിട്ട് സങ്കല്പിച്ചിട്ട് ബലൂൺ ഇല്ല പോലെ ഊതും. ഒരു 6 മുതൽ 10 തവണ ഒരു ബലൂൺ ഇല്ല പോലെ ഊതും. അങ്ങനെ ഊതിക്കഴിഞ്ഞാലും ഇതേ ഒരു എഫക്റ്റ് ഉണ്ടാവും. ഈ ഒരു ടെക്നിക്കിന് പറഞ്ഞ പേരാണ് ബലൂൺ ടെക്നിക്ക്. അടുത്ത എനർജി ലെവലിൽ അപ്ഗ്രേഡ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് അക്യുപ്രഷർ ടെക്നിക്ക്. അക്യുപ്രഷർ ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ ഉരുണ്ട മരം എടുത്തിട്ട് നമ്മൾ കാൽപാദത്തിന്റെ ഒരു ആർച്ച് ഉണ്ടല്ലോ, കാൽപാദത്തിൽ ആ ആർച്ചിന്റെ അടിയിൽ വെക്കും. എന്നിട്ട് കാലുകൊണ്ട് ഇതിങ്ങനെ ഉരുട്ടുക. കാലുകൊണ്ട് ഇങ്ങനെ ഉരുട്ടുന്ന സമയത്ത് അവിടെ ഒരുപാട് അക്യുപ്രഷർ പോയിന്റ്സ് ഉണ്ട്. ആ അക്യുപ്രഷർ പോയിന്റ്സ് എല്ലാം ആക്ടിവേറ്റ് ചെയ്യും. അങ്ങനെ ആക്ടിവേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ 2 കാലും അങ്ങനെ വെച്ച് ഉരുട്ടോ, കുറച്ച് 2-3 മീറ്റർ ഉരുട്ടോ. അപ്പോൾ നമ്മുടെ വളരെ നല്ല ആ കുറഞ്ഞ എനർജി എല്ലാം അപ്ഗ്രേഡ് ചെയ്യും. അടുത്ത ഒരു ടെക്നിക്കാണ് ട്രെയിൻ ടെക്നിക്ക് എന്ന് പറയും. ട്രെയിൻ ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ 2 കൈയോടെ ഇങ്ങനെ തിരുമും. ഇങ്ങനെ തിരുമിയതിന് ശേഷം ഒരു കൈ ഒരു കവിളിലും മറ്റേ കൈ ഇങ്ങനെ കവിളിലും വീണ്ടും ഇങ്ങനെ മസാജ് ചെയ്യുക. അതിനുശേഷം ഇങ്ങനെ ഉപ്പാറ്റൂടി ഇങ്ങനെ വെക്കും. ഇങ്ങനെ 3 തവണ റിപ്പീറ്റ് ചെയ്യും. ഇങ്ങനെ 3 തവണ റിപ്പീറ്റ് ചെയ്തതിന് ശേഷം വീണ്ടും മസാജ് ചെയ്യുന്നു. നമ്മൾ കണ്ണിൻ്റെ മുകളിൽ വെക്കും. എന്നിട്ട് കണ്ണൊന്ന് നന്നായിട്ട് മസാജ് ചെയ്യുന്നു, മുഖത്തിലൊന്ന് മസാജ് ചെയ്യുന്നു, ഇങ്ങനെ മസാജ് ചെയ്യും. ഇത് നമ്മളെ എനർജി ലെവല് നന്നായിട്ട് അപ്ഗ്രേഡ് ചെയ്യും. അടുത്ത ഒരു ടെക്നിക്കാണ് എനർജി ബ്രീത്തിങ് ടെക്നിക്ക് എന്ന് പറയും. നമ്മുടെ എനർജി വളരെ കുറഞ്ഞായിട്ടും ഫീലില്ല. അതിന് ഉടനെ ശാന്തമായൊരു സ്ഥലത്ത് ഇരിക്കുക. ശാന്തമായൊരു സ്ഥലത്ത് ഇരുന്നതിന് ശേഷം ഡീപ്പായിട്ട് ഇൻഹേൽ ചെയ്യുക. ഇങ്ങനെ ഇൻഹേൽ ചെയ്ത് കുറച്ച് സമയം ഹോൾഡ് ചെയ്തതിന് ശേഷം എക്സേൽ ചെയ്യുക. അപ്പോൾ ഈ ഇൻഹേൽ ചെയ്യുന്ന സമയത്ത് ഈ നമ്മൾ പ്രപഞ്ചത്തിലെ ലൈഫ് ഫോഴ്സ് എനർജി നമ്മുടെ ശരീരത്തിലേക്ക് കയറുന്നതായിട്ടും
നമ്മുടെ ശരീരത്തിൽ ലങ്സിൽ ഈ ലൈഫ് ഫോഴ്സ് എനർജി എത്തിയിട്ട് ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും ബ്രെയിൻ മുതൽ കാലിൻ്റെ വിരൽ വരെ വ്യാപിക്കുന്നതായിട്ട് മനസ്സോട് സങ്കല്പിക്കും. എക്സേൽ ചെയ്യുന്ന സമയത്ത് ഈ ഉപയോഗിച്ച എനർജി എല്ലാം ഇതുവഴി പുറത്തേക്ക് കൊണ്ടുവരും സങ്കല്പിക്കും. ഇങ്ങനെ ഒരു 3 മിനിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ എനർജി ലെവൽ നന്നായിട്ട് കൂടും. അതിന് പറയുന്ന പേരാണ് എനർജി ബ്രീത്തിങ് ടെക്നിക്. അടുത്ത ഒരു ടെക്നിക്കാണ് കോസ്മിക് എനർജി ടെക്നിക്. കോസ്മിക് എനർജി ടെക്നിക്ക് എന്ന് വെച്ചാൽ ഈ പ്രപഞ്ച ശക്തി എന്നൊരു സംഭവം. ഈ പ്രപഞ്ചത്തിൽ നമ്മൾ സ്വസ്ഥമായ ഒരു സ്ഥലത്ത് ഇരിക്കുന്നു, നമ്മൾ ഇടത്ത് കൈൻ്റെ മുകളിൽ വലത്ത് കൈ വെക്കുന്നു, എന്നിട്ട് ഇങ്ങനെ മണ്ഡലമുദ്രയും വെക്കുന്നു. അതിനുശേഷം കൈ കൂട്ടി വെക്കുന്നു. അതിനുശേഷം നമ്മൾ നാവ് ആൻഡ് അറ്റം നമ്മളെ ഈ ഇട അപ്പർ പാലറ്റ്, ഈ സ്ഥലത്തിനുള്ള അപ്പൽ പാലറ്റ് ഈ നാവിൻ്റെ അറ്റം കൂട്ടിയിരുന്നതാണ്. അതിനുശേഷം നമ്മൾ ഡീപ്പായിട്ട് ഇൻഹേൽ ചെയ്യുന്നു. ഇൻഹേൽ ചെയ്യുന്ന ശേഷം എക്സേൽ ചെയ്യുന്നു. ഈ ഇൻഹേൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ കോസ്മിക് പ്രപഞ്ചശക്തിയിൽ ബന്ധം സ്ഥാപിക്കുന്നതിന് മനസ്സിൽ സങ്കല്പിക്കുക. പ്രപഞ്ചശക്തി നമ്മളിലേക്ക് ഈ ശ്വാസം വഴി ഉള്ളിലേക്ക് കടക്കുന്നതായിട്ടും ശരീരം മുഴുവൻ വ്യാപിക്കുന്നതായിട്ടും സങ്കല്പിക്കും. ഇങ്ങനെ സങ്കല്പിക്കുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ നല്ല പ്രപഞ്ചശക്തിയുടെ ചൈതന്യം കൊണ്ട് വളരെ നല്ലൊരു പോസിറ്റീവ് എനർജി ഉണ്ടാവും. അടുത്ത ഒരു ടെക്നിക്കാണ് ഫീലിംഗ് ടെക്നിക്ക് എന്ന് പറയും. ഫീലിംഗ് ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മുടെ ശരീരം ക്ഷീണിക്കണമെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് എനർജി കുറഞ്ഞായിട്ട് ഫീൽ ചെയ്യണമെങ്കിൽ നമ്മുടെ മനസ്സിൽ അത് ആദ്യം ഫീൽ ചെയ്യണം. മനസ്സിൽ ഫീൽ ചെയ്ത കാര്യമേ ശരീരം ആക്സെപ്റ്റ് ചെയ്യും. ഇപ്പം നമ്മൾ ഒരു വീട്ടിൽ നല്ലൊരു ഫംഗ്ഷൻ നടക്കും, നമ്മൾ നന്നായിട്ട് അടുത്ത് വെച്ചു, നമ്മൾ വളരെ ഇൻട്രസ്റ്റോട് കൂടിയാണ് ആ ഫംഗ്ഷനിൽ പങ്കെടുക്കുന്നതെങ്കിൽ മണിക്കൂറുള്ള അധ്വാനം നമുക്ക് ഒരു ക്ഷീണം ഫീൽ ചെയ്യില്ല. കാരണം മനസ്സിൽ ക്ഷീണമുണ്ട്. മനസ്സിൽ ക്ഷീണം ഫീൽ ചെയ്താലേ ശരീരത്തിന് ക്ഷീണം ഫീൽ ചെയ്യും. ഇപ്പം നമ്മളൊരു സ്റ്റഡി ടൂർ പോകും, ഈ സ്റ്റഡി ടൂർ പോകുമ്പോൾ നന്നായിട്ട് അധ്വാനം വന്നിട്ട് പാട്ട് പാടുന്നു, ആഘോഷിക്കുന്നു, ഒരുപാട് വർക്ക് ചെയ്യുന്നു, പക്ഷെ നമുക്ക് ഒരിക്കലും ക്ഷീണം ഫീൽ ചെയ്യില്ല. കാരണം നമ്മൾ മനസ്സിൽ ക്ഷീണം ഫീൽ ചെയ്യുന്നില്ല, നമ്മുടെ ശരീരത്തിലാണ് ക്ഷീണം ഫീൽ ചെയ്യുക. എങ്കിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ മനസ്സിന് വല്ലാതെ ക്ഷീണം ഫീൽ ചെയ്താൽ ഉടനെ നമ്മുടെ ശരീരത്തിന് ക്ഷീണം ഫീൽ ചെയ്യും. അപ്പോൾ ഈ ക്ഷീണം ഫീൽ ചെയ്യുമ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ പഠിക്കുന്ന സമയത്ത് ഈ പഠിച്ചു കഴിഞ്ഞാൽ വലിയ മാർക്ക് കിട്ടുന്നത് അതെല്ലാവരും നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യുന്നത് നമ്മൾ എല്ലാം നമ്മുടെ മനസ്സിൻ്റെ ഭിത്തിയിൽ ചിത്രങ്ങളെ കാണും, വിഷ്വലൈസ് ചെയ്യും. അങ്ങനെ വിഷ്വലൈസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് നമ്മുടെ എനർജി ലെവൽ അങ്ങനെ തന്നെ കൂടും. അതുപോലെ ഇപ്പോൾ നമ്മൾ ജോലി എടുക്കുമ്പോൾ വളരെ ക്ഷീണം ഫീൽ ചെയ്യും. ക്ഷീണം ഫീൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയാം. നമ്മൾ ഈ ജോലി ചെയ്തുകൊണ്ട് നമുക്ക് വലിയ ശമ്പളം കിട്ടുന്നത്, വലിയ സാലറി മേടിക്കുന്നതെല്ലാം മനസ്സിൻ്റെ ഭിത്തിയിൽ ചിത്രങ്ങളെ കാണും. അങ്ങനെ മനസ്സിൻ്റെ ഭിത്തിയിൽ ചിത്രങ്ങളെ കാണുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ എനർജി ലെവൽ ഹൈ ആയി മാറും. അപ്പോൾ ഇത്തരത്തിലുള്ള ടെക്നിക്കുകൾ ചെയ്യുന്നതിലൂടെ നമുക്ക് ജോലി സ്ഥലത്തുണ്ടാകുന്ന എനർജി കുറവിനെ അപ്ഗ്രേഡ് ചെയ്യാനും പഠിക്കുന്ന സമയത്തുള്ള എനർജി കുറഞ്ഞു കഴിഞ്ഞാൽ അത് അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഇത് നിങ്ങൾ കൃത്യമായ രീതിയിൽ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ നല്ല റിസൾട്ട് ഉണ്ടാക്കാൻ വേണ്ടി പഠനത്തിലും നിങ്ങളുടെ ജോലിയിലെല്ലാം വളരെ നല്ല റിസൾട്ട് ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കും. അതിന് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.